അല്ലാഹുവേ നീ തൗഫീഖ് നൽകണേ അല്ലാ. ആശ്വാസം എന്നത് സകലതും ഇതിലുള്ളതാ, അസ്ഹാബികൾ ഇത് യുദ്ധമിൽ തിന്നുന്നതാ. എന്തിനാ ബഹുമാനപ്പെട്ട തഴവ ഉസ്താദ് പല സ്ഥലങ്ങളിൽ തിന്നുക 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 എന്ന് ഈ ലാഹൗലയെ കുറിച്ച് പറഞ്ഞത്? വേറെ ഒന്നിനെ കുറിച്ചും ഇങ്ങനെ പറഞ്ഞിട്ടില്ല. എന്താ കാര്യം? അദ്ദേഹത്തിന്റെ മുരീദന്മാർ അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം കൊടുത്ത മറുപടി, ഭക്ഷണം കഴിക്കുന്നത് പോലെ നീ കണക്കാക്കേണ്ടതാകുന്ന ഒരു അമലാണ് ഇത് എന്ന് പറഞ്ഞാൽ, ഭക്ഷണം കഴിക്കാൻ മനുഷ്യൻ മറന്നുപോകില്ലല്ലോ. ആരോഗ്യം നിലനിർത്താൻ, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാനുള്ള താഖത്ത് നിനക്ക് വേണം. അതുകൊണ്ടാണ് തിന്നുക എന്ന പദം. അത് നീ എന്തായാലും നീ കറക്റ്റ് ആക്കും. അതുകൊണ്ട് തന്നെ അതേ അളവിലല്ല, അതിനേക്കാൾ കൂടുതൽ നീ തിന്നോ, നീ കഴിച്ചോ, നീ ധാരാളമായിട്ട് ഇത് കൊണ്ടുവാ. ഈ ദിക്ർ നീ കൊണ്ടുവന്നേ പറ്റൂ. ഭക്ഷണം കഴിക്കുന്നത് പോലെ 3 നേരം വെട്ടി വിഴുങ്ങുന്ന മനുഷ്യ, 3 നേരം ആഹാരം കഴിക്കുന്നവൻ, 4 നേരം കഴിക്കുന്നവൻ, 5 നേരം കഴിക്കുന്നവൻ, പിന്നീട് ചായ കുടിക്കുന്നവൻ, ജ്യൂസ് കുടിക്കുന്നവൻ, ജീവിതം മുഴുവനും ആർമാദിക്കുന്നവൻ, എന്റെ ഈ ദിക്ർ മറന്നു പോകുന്നത്? ഇതുകൂടി നീ കഴിക്കും. ഇത് നീ കഴിക്കും, നിന്റെ ജീവിതത്തിലുള്ള എല്ലാ മനക്ലേശങ്ങളും എല്ലാ പ്രയാസങ്ങളും നീങ്ങും. അതുകൊണ്ട് ഇത് നിത്യമാക്കിൻ. ആശ്വാസം എന്നത് സകലതും ഇതിലുള്ളതാ, അസ്ഹാബികൾ ഇത് യുദ്ധമിൽ തിന്നുന്നതാ. ഘോരമാകുന്ന യുദ്ധം നടക്കുന്ന സന്ദർഭത്തിൽ സ്വഹാബത്തെ കിറാമിന്റെ നാവിൻ തുമ്പിൽ ഉണ്ടാകുന്ന ദിക്റാണിത്. റസൂലുള്ള ചൊല്ലിയ ദിക്റാണ് ഇത്. സ്വർഗത്തിന്റെ നിധിയിൽപ്പെട്ട നിധിയാണെന്ന് പഠിപ്പിക്കുക മാത്രമല്ല, റസൂലുള്ള പറഞ്ഞതാണ്, അത് സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്തതാണ്. എത്രയോ ദിക്റുകൾ ജീവിതത്തിൽ ചൊല്ലിത്തീർക്കുന്ന സ്വഹാബത്ത്, ആ സ്വഹാബത്തിനെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, അബൂ മുസൽ അശ്അരി യാ ഹബാ ഹാസിം, നിന്റെ ജീവിതത്തിൽ കൊണ്ടുവരേണ്ട ദിക്റാണ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ത്തിന് പോലും റസൂലുള്ള ഇത് പഠിപ്പിച്ചു കൊടുത്തെങ്കിൽ, ആ സ്വഹാബത്ത് പോലും യുദ്ധത്തിന്റെ മുഖത്ത് അവരെല്ലാവരും തന്നെ ചൊല്ലി തീർത്തിട്ടുണ്ട് എങ്കിൽ, അതിലൂടെ അവർക്ക് റാഹത്തായ വിജയം കൈവരിക്കാൻ യുദ്ധമുഖങ്ങളിൽ സാധിച്ചിട്ടുണ്ട് എങ്കിൽ, ഈ യുദ്ധത്തിന്റെ മഹത്വം എത്രയാണ്, ശ്രേഷ്ഠത എത്രയാണ്. അസ്ഹാബികൾ ഇത് യുദ്ധമിൽ തിന്നുന്നതാ, അതിനാൽ വിജയം കണ്ടു സ്തുതി പാടുന്നതാ. ഏത് യുദ്ധത്തിലും അവരിത് ചൊല്ലിയാൽ അവർക്ക് തീർച്ചയായിട്ടും അവർക്ക് വിജയമുണ്ടാകും. ഈ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം എന്ന ദിക്ർ കാരണം. അപ്പൊ അവിടെ ഒരു കാര്യം മനസ്സിലായി, ശത്രുവിനെ തോൽപ്പിക്കാനും ഈ ദിക്ർ കൊണ്ട് സാധിക്കും. ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അതൊക്കെ നിങ്ങൾ എഴുതിയിട്ടോണം. ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മരണം റാഹത്താകും, ഖബർ ജീവിതം റാഹത്താകും, ജീവിതത്തിൽ മനക്ലേശങ്ങൾ ഇല്ലാതിരിക്കും, സ്വർഗത്തിൽപ്പെട്ട നിധിയാണ്, ഇത് ചൊല്ലിയാൽ നിനക്ക് നിധി ലഭിക്കും, നിനക്ക് സന്തോഷം ലഭിക്കും, നിനക്ക് സാമ്പത്തികമാകുന്ന ഭദ്രതയുണ്ടാകും, നിന്റെ ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യപ്പെടും. ഇതൊക്കെ ഇവിടെ പറഞ്ഞതാണ്, ഒക്കെ ഇവിടെ വായിച്ചു പറഞ്ഞതാണ്. ഹദീസിന്റെ പിൻബലത്തിൽ ഇതൊക്കെ ഓർമ്മപ്പെടുത്തിയതാണ്. മാത്രമല്ല ഇത് ബാഖിയാത്തു സ്വാലിഹാത്തിൽപ്പെട്ട അമലാണ് എന്ന് പറഞ്ഞാൽ വലിയ ശ്രേഷ്ഠമായ അമലാണ്. അള്ളാഹുവിന്റെ അടുക്കൽ വലിയ പൊരുത്തമുള്ള വളരെ ശ്രേഷ്ഠകരമാകുന്ന അമലാണിത്. നിന്റെ ഹൃദയത്തിന് എപ്പോഴും സന്തോഷം സദാസമയം തുടികൊള്ളും. ഇതുകൊണ്ട് നിനക്ക് ശത്രുവിനെതിരിൽ വിജയിക്കാൻ സാധിക്കും. മാഷാ അല്ലാഹ്, അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ.